വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവല്ലയോ എന്നല്ലാഹു ചോദിച്ചതിൽ വിശ്വാസമുണ്ടെങ്കിൽ SKSSFന്റെ പരിപാടിയിൽ പോയി ഇരുന്ന് എന്റെ CD കട്ടിട്ട് യഥാർത്ഥ അർത്ഥത്തിനെതിരെ ഒരു സ്വപ്നവും മാനദണ്ഡമാക്കിക്കൂടെന്നും അതുപോലെ ഉസ്താദിനെ തന്നെ കണ്ട ശൈത്താനാണെന്നും വരുത്തി തീർക്കാൻ എന്റെ പ്രസംഗം കട്ടുകൽപ്പിച്ച SKSSFന്റെ നേതാക്കൾ അവരെ പിന്തുടർന്ന സാധാരണക്കാരായ ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരെ, ഈമാനുള്ള സുന്നി വിശ്വാസക്കാരെ, പടച്ച റബ്ബിന്റെ കോടതിയിൽ നിങ്ങളാ തക്ബീർ ചൊല്ലിയ നിങ്ങളെ നേതാക്കളോടുകൂടി പ്രതികളായി പോകൂലേ? അവിടെ തക്ബീർ ചൊല്ലി എന്നെ പരിഹസിച്ച മുഴുവൻ SKSSFകാർക്കും ഞാൻ എന്റെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതറിയിച്ചുകൊണ്ട് പറയട്ടെ, ഓ ചെറുപ്പക്കാരെ, സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, ഇത്തരത്തിൽ നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ആഖിറത്തിൽ നരകം കൊള്ളരുത് കേട്ടോ. ഈ നേതാക്കളെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആഖിറം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വകയിലല്ല, അർത്ഥം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ മുസ്ലിയാമാരെ കൊണ്ട് വെപ്പിച്ചോ. അക്രമം ചെയ്തവൻ രണ്ട് കൈയും കടിക്കുന്ന ഒരു സമയമുണ്ട് നബിയെ. യഖൂലു യാ ലൈതനി തഖൽതു മഅ റസൂലി സബീലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഗീബത്ത് പറയരുതെന്നാ പറഞ്ഞത്, ഏഷണി പറയരുതെന്നാ പറഞ്ഞത്, ചീത്ത പറയരുതെന്നാ പറഞ്ഞത്. ആ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഈ അമ്പലക്കടവിനെ പോലെയുള്ള പലരെയും കൂട്ടുചേർത്ത് നടക്കുന്ന ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ വാക്കൊന്ന് കേട്ടോ. യാ വൈലത, ഞങ്ങളെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇത്തരത്തിൽ ഞങ്ങളെ വഞ്ചിക്കുന്ന കക്ഷികളെ, പടച്ച റബ്ബേ, ഇന്ന ഒരാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അളല്ലനി അനിൻ ദിക്രി, എന്നെ ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിൽ നിന്ന്, ശരിയായ ഉത്ബോധനത്തിൽ നിന്ന് അവൻ പിഴപ്പിച്ചല്ലോ. അല്ലാഹ് ബഅദ ഇദ് ജാഅനി, എനിക്ക് സത്യം കിട്ടിയതിന് ശേഷം വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ, ശൈത്താൻ മനുഷ്യന് സഹായം കൈയൊഴിക്കുകയല്ലാതെ പടച്ച റബ്ബിന്റെ ശിക്ഷ വരുമ്പോ ഒരു ശൈത്താനും പിന്തുണക്കൂല കേട്ടോ. ആ റബ്ബിന്റെ കോടതിയിലല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഈ ഖൗമ് ഖുർആനിനെ കൈയൊഴിച്ചു അല്ലാഹ്. കാരണം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ, യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബൂ കസീറൻ മിനൽ ദന്നി بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم من يأكل لحم أخيه ميتا فكرهتموه. മറ്റൊരു മുസ്ലിം ഇഷ്ടപ്പെടാത്തത് പറയുന്നത് ഗീബത്താണ്. ആ ഗീബത്ത് നിങ്ങൾ പറയല്ലേ, നിങ്ങൾ മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് എന്റെ ഒരു പ്രസംഗം അങ്ങനെ സർവ്വ സ്വപ്നത്തിനുമെതിരെ ഞാൻ പറഞ്ഞുവെന്ന് കിട്ടിയാൽ തന്നെ ഒന്ന് ടെലിഫോൺ എടുത്ത് എന്നെ വിളിച്ച് ചോദിച്ചുകൂടെ, നിങ്ങൾ ഇങ്ങനെ പറയാൻ എന്താ കാരണം? നമ്മളെ കിതാബുകളിൽ 1000 സ്വപ്നങ്ങൾ